ഏത് യൂണിയൻ ആയാലും ഇത് അധാർമികമാണ്. കാരണം ഒരു ടാറ്റ കോർപ്പറേറ്റിനെ അല്ല ഇവിടെ പാഠം പഠിപ്പിച്ചത്, ഈ നാട്ടിലെ നിരവധിയായ ജനങ്ങളെയാണ്. അതായത് സ്വന്തം ജീവനോപാധി തേടി അന്യദേശങ്ങളിലേക്ക് പോകുന്ന വിസ കാലം തീരുന്നവർ, അതുപോലെ തന്നെ ഇന്ന് തന്നെ അയൽ രാജ്യത്തെത്തി ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്നവർ, അങ്ങനെ നിരവധിയായ തരത്തിൽ. അതായത് ഒരു സ്ത്രീ കരയുന്ന ഇത് ഞാൻ കേട്ടു. ഭർത്താവിന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ്, രണ്ടാമത്തെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് അവിടെ ആശുപത്രിയിൽ ആണ്. അപ്പോ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനും കാണാനുമായിട്ടാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. ഇനി എനിക്ക് എന്ന് ചെല്ലാൻ പറ്റും എന്നറിയാതെ കണ്ണീർ പൊഴിക്കുന്ന ഒരു സ്ത്രീ, കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന അമ്മമാർ, അവരൊക്കെ ഈ കൈക്കുഞ്ഞുങ്ങളെ പിടിച്ച് എന്തിനാ അയൽ രാജ്യങ്ങളിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ പോകുന്നത്? അതൊക്കെ ജീവനോപാധിക്ക് വേണ്ടി മാത്രമാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ILO പറഞ്ഞ കണക്ക്, 83.4% തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന ഇന്ത്യയിൽ നിന്നാണ് ആൾക്കാർ ഇങ്ങനെ കൈക്കുഞ്ഞുങ്ങളുമായിട്ട്, കൈക്കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അതിന് 2-3 വയസ്സ് വരെ മുലപ്പാൽ ഊട്ടുക എന്ന ദൗത്യം ഒരമ്മയ്ക്കുള്ളതാണ്. പോട്ടെ 10 മാസമെങ്കിലും. അതിലും പ്രായം കുറഞ്ഞ കൊച്ചു കുഞ്ഞുങ്ങളെയും പേറി അന്യദേശത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കഷ്ടകാലം അത്രയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ അങ്ങനെ ഓടുന്ന മനുഷ്യരെ, അവരെ പിടിച്ചു നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ടിക്കറ്റിന്റെ ഫെയർ കിട്ടുന്നതല്ല അവർക്ക് പ്രധാനം. ആ ടിക്കറ്റിന്റെ ഫെയറിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ് വളരെ ദൂരം. അതുപോലെ തന്നെ പിന്നെ ഉംറ കർമ്മത്തിന് വേണ്ടി പോകുന്നവര്, അവർക്കൊക്കെ ഒരു സമയപരിധിയുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ പോയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അങ്ങനെ ഉള്ള നിരവധി തരത്തിലുള്ള, അതായത് 78 ഫ്ലൈറ്റ് സോമറ്റാണ് മുടങ്ങുന്നതായിട്ട് രാവിലെ തന്നെ കേട്ടത്. അത് 10-12 രാജ്യങ്ങളിലേക്കുള്ള ഫ്ലൈറ്റ്സ് ആണ് മുടങ്ങുന്നത്. അപ്പൊ ഒന്ന് ഓർത്തു നോക്കുക, ഏത് തരത്തിലാണ്, എങ്ങനെയാണ് ഇത്ര ക്രൂരമായ രീതിയിൽ ഒരു ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് 60 പേർ ഒന്നിച്ച് മെഡിക്കൽ ലീവ് എടുക്കുക. അങ്ങനെ അതായത് അല്ലാതെ, അതായത് പണിമുടക്കാനാണ് അവർ തീരുമാനിച്ചിരുന്നത് എങ്കിൽ അവർ നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ അതിന്റെ തീരുമാനം അറിയിക്കണം. അങ്ങനെ അറിയിക്കാതെ മുൻകൂട്ടി പെർമിഷൻ ഇല്ലാതെ സമരത്തിലേക്ക് പോകാൻ ഒക്കില്ല. അപ്പൊ ആക്ഷൻ എടുക്കും. ഇവിടെ ആക്ഷൻ ഒന്നും എടുക്കാതെ മെഡിക്കൽ ലീവിലാണ് ഇവര് ഈ തരത്തിലുള്ള രീതിയിൽ കമ്പനിയെ മുട്ടുകുത്തിക്കാനായിട്ട് നോക്കുന്നത്. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മനസാക്ഷിയുള്ളവർ മനസ്സിലാക്കണം. അതായത് സ്വന്തം സൗകര്യങ്ങളും സ്വന്തം സ്ഥാനമാനങ്ങളും, അതായത് പ്രൊമോഷനാകാം ഇവരുടെ പ്രശ്നം, ശമ്പളമാകാം ഇവരുടെ പ്രശ്നം, അതുപോലെ അല്ലെങ്കിൽ ഇവർക്ക് കിട്ടാൻ പോകുന്ന മറ്റാനുകൂല്യങ്ങൾ, അതായത് എന്താ പറയുക, ഇടവേളകൾ തൊട്ട് പല തരത്തിലുള്ള ആനുകൂല്യങ്ങളായ ഇവരുടെ പ്രശ്നം. ഈ പ്രശ്നങ്ങളെക്കാൾ ഒക്കെ എത്രയോ വലുതാണ് ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവൻ മരണ പോരാട്ടത്തിന് തടസ്സം സംഭവിച്ചു എന്നുള്ളത്. അവരുടെ കണ്ണീര്, അവരുടെ കുടുംബങ്ങളുടെ ആദിയും കണ്ണീരും, അതായത് തിരിച്ചു പോകാൻ വളരെയധികം കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വന്നവർക്ക് തിരിച്ച് അവരുടെ സങ്കേതങ്ങളിലേക്ക് എത്തിപ്പെടണമെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ട്, അതിനുള്ള ചെലവ്, എല്ലാ തരവും. അതായത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, കേരളം പോലെ ഇന്ത്യ പോലെ ഉള്ള ഒരു രാജ്യത്ത് കുറെ ഫ്ലൈറ്റ്സ് മുടങ്ങുകയാണെങ്കിൽ എത്രയേറെ മനുഷ്യരാണ് അതിന്റെ കഷ്ടത അനുഭവിക്കേണ്ടി വരുന്ന. ആ കഷ്ടതയൊന്നും ഒരു തരത്തിലും നമുക്ക് വർണ്ണിക്കാൻ പറ്റുന്നതല്ല. കാരണം ഓരോരുത്തരുടെ കഷ്ടതയ്ക്കും ഓരോ തരമായിരിക്കും അതിന്റെ തീവ്രത, അത് ഉണ്ടാക്കുന്ന വ്രണം. അപ്പൊ അത് ഇവർക്ക് ഒരു കാരണവശാലും ഭേദമാക്കാൻ ഒക്കുകയില്ല. ഒരു കോടതിയും ഒരു സമൂഹവും ഇത്തരം ക്രൂരകൃത്യങ്ങൾക്ക് കരുണ കാണിക്കരുത്. ഇവർ നീതി അർഹിക്കുന്നവരല്ല. നീതി അർഹിക്കുന്നത് ഈ യാത്രയ്ക്ക് വന്ന് വലഞ്ഞവരാണ്. അവർക്ക് ടിക്കറ്റിന്റെ ഫെയർ മാത്രമല്ല കൊടുക്കേണ്ടത്, അവർക്ക് ഈ കാലയളവിൽ വന്നുപോയ നഷ്ടങ്ങൾക്കൊക്കെ എയർ ഇന്ത്യ, ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തന്നെ പ്രായശ്ചിത്തം ചെയ്യണം. അല്ലെങ്കിൽ അതിന് വേണ്ട എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കേണ്ടത്
എങ്ങനെയാണ് അവർക്ക് പരിഹാരം കണ്ടെത്തേണ്ടത്, കൃത്യമായ നീതിപൂർവകമായ ഇടപെടൽ നടത്താൻ ടാറ്റ മുന്നോട്ട് വരണം. അതുപോലെ തന്നെ കമ്പനി കോടതിയും ഗവൺമെന്റും ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നടപടി എടുക്കണം. ഒരിക്കലും ആ 60 തൊഴിലാളികളുടെ, അതായത് എയർ ക്രൂ ആയിട്ട് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്ത് മാറി നിന്ന 60 കിങ്കരന്മാരുടെ കൂട്ടത്തിൽ വനിതകളും ഉണ്ടാകാം. ഏതായാലും അവരുടെ കൂടെ നിൽക്കരുത്. അവരുടെ ഭാഗത്ത് ശരിയില്ല, ഒരു തരി പോലും ശരിയില്ല. സ്വന്തം സ്വാർത്ഥത മാത്രമാണ് അവരുടെ ഭാഗത്തുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക.